ഹലോ, മന്ത്രി ശിവൻകുട്ടി സാറല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ആളുകളിലൊക്കെ അവാർഡ് കൊടുക്കാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മികച്ച നടൻ ആസിഫ് അലിയാണ്, അതുപോലെ മികച്ച സഹനടൻ സൗബിൻ സാഹിർ മഞ്ഞുമ്മൽ ബോയ്സ്, മികച്ച ജൂറി പരാമർശം മമ്മൂട്ടി. അത് കറക്റ്റായിട്ടില്ലല്ലോ, അത് ശരിയല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതിക്കോ. മികച്ച നടൻ മമ്മൂട്ടി. ആസിഫ് അലിക്ക് കൊടുക്കാനായിട്ടില്ല. ആസിഫ് അലി, മമ്മൂട്ടിക്ക് 75 വയസ്സായിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഇനിയും ഒരു 10-30 കൊല്ലം എടുക്കും കൊടുക്കാൻ. ഓക്കെ, മമ്മൂട്ടി. മികച്ച ജൂറി പരാമർശം ആസിഫ് അലിക്ക് കൊടുത്തു, കുഴപ്പമില്ല. ചെറിയൊരു ഇടതുപക്ഷ അനുഭവമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദിൻ്റെ പേര് വെട്ടിയിട്ടേ മികച്ച ഗാനരചയിതാവ് വേടൻ്റെ പേര് കൊടുത്തു. മോഹൻലാലിന് എന്തെങ്കിലും അവാർഡ് കൊടുക്കണോ ഇപ്രാവശ്യം? നമ്മൾ കഴിഞ്ഞ വർഷം മോഹൻലാലിന് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കണോ? വേണ്ട കൊടുക്കണ്ട. മോഹൻലാൽ ഇപ്രാവശ്യം കൊടുക്കണ്ട, ഓൻ്റെ കളസം കാവ്യാണ്. അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കണ്ട. പിന്നെ ടോവിനോ തോമസിന് എന്തെങ്കിലും അവാർഡ് കൊടുക്കണോ നമുക്ക് ഇപ്രാവശ്യം? വേണ്ട, അടുത്ത വർഷം കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ അവാർഡ് കൊടുക്കാൻ ആളുകളെ സെലക്ട് ആക്കുന്നത് അല്ലേ? വല്ലാത്തൊരു